പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവവചനവുമായി വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ളവർ ഈ വാക്യത്തിന്, കർത്താവ് പറഞ്ഞതായ വാക്യത്തിന് വളരെയധികം ബഹുമാനം നൽകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. കർത്താവിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിൻ്റെയൊക്കെ ആകത്തുകയുള്ള ഒരു മറുപടി കർത്താവ് അവർക്ക് കൊടുത്തതാണ്, ഞാൻ തന്നെയാകുന്നു വഴി, ഞാൻ തന്നെയാകുന്നു സത്യം, ഞാൻ തന്നെയാകുന്നു ജീവൻ. എന്നിൽ കൂടെ സഞ്ചരിക്കുന്നവൻ സത്യത്തിൽ നടക്കുന്നു, എന്നിൽ കൂടെ സഞ്ചരിക്കുന്നവൻ അവൻ അവസാനമായി ജീവന്റെ മാർഗത്തിലേക്ക് ചെന്നെത്തും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ക്രിസ്ത്യൻ ലൈവ് എന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു ചിന്തിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിലെ ഗുരുഗ്രാമിൽ നിന്നും ബറേലിയിലേക്ക് യാത്ര ചെയ്ത ഒരു കുടുംബം. ആ കുടുംബം ദീർഘദൂരം വിജനമായ സ്ഥലത്തുകൂടെ വാഹനം ഓടിച്ചു പോകുമ്പോൾ ബറേലിയിലേക്ക് പോകുവാനുള്ളതായ വഴിയെക്കുറിച്ച് അവർക്ക് അത്ര ജ്ഞാനമില്ലാതെ വന്നു. പെട്ടെന്ന് അവർ ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചു. നമുക്കറിയാം, ഗൂഗിൾ മാപ്പ് നമുക്ക് വളരെയധികം പല സ്ഥലങ്ങളിലും കറക്റ്റായിട്ട് ചെന്നെത്തുവാൻ, ലൊക്കേറ്റ് ചെയ്യുവാൻ കഴിയുന്നതായ വലിയൊരു കണ്ടുപിടുത്തമാണ്, ആധുനികരമായ ഒരു ടെക്നോളജിയാണ് ഗൂഗിൾ മാപ്പ്. ഈ പ്രിയപ്പെട്ട കുടുംബം ഗൂഗിൾ മാപ്പിനെ ആശ്രയിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് അവർ പോകുന്നതായ, യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു വാഹനം പണിതീരാത്ത ഒരു പാലത്തിൽ കയറി. അവർ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിനാൽ 50 അടി താഴ്ചയുള്ളതായ ഒരു വലിയൊരു കൊക്കയിലേക്ക് ചെന്ന് വാഹനം തലകീഴായി മറിയുകയുണ്ടായി. ഇവിടെ നമുക്കൊരു ചോദ്യമുണ്ട്, അത് ഗൂഗിൾ മാപ്പിന്റെ മിസ്റ്റേക്ക് ആണോ? അല്ല. അല്ലെങ്കിൽ വാഹനത്തിന്റെ മിസ്റ്റേക്ക് ആണോ? അല്ല. അവരുടെ മിസ്റ്റേക്ക് ആണോ? അല്ല. എന്നാൽ ടെക്നോളജിയിൽ മാത്രം മുഴുവനായി ആശ്രയിച്ചിട്ടുള്ളതായ ഒരു യാത്ര പലപ്പോഴും നമുക്ക് അപകടങ്ങൾ കൊണ്ടുവരും. നാം ഉദ്ദേശിക്കാത്തതായ അനേക അനർത്ഥങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തും. ലോകത്തിൽ ഇന്ന് നല്ല വഴികാട്ടിയാണ് ഈ ലോകത്തിന് ദൈവം കൊടുക്കുന്നതായ ഏറ്റവും വലിയ ഒരു സമ്പത്ത്. വഴിയറിയാതെ നടക്കുന്ന മനുഷ്യർക്ക് ജീവന്റെ മാർഗത്തിലേക്ക് ചെന്നെത്തുവാൻ ഉള്ളതായ വഴി ഏതെന്ന് കാണിച്ചു കൊടുക്കുന്ന ഏവനും അവരാണ് സ്വർഗത്തിൽ വലിയവൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞു, കർത്താവിനോട് വന്ന് ചോദിച്ചു, കർത്താവെ വഴി ഏതാണ്, നീ ഏത് വഴിക്കാണ് പോകുന്നത് എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, മറ്റെങ്ങുമല്ല, എന്നിൽ കൂടെ, ഈ വാതിലാകുന്ന എന്നിൽ കൂടെ പ്രവേശിച്ച്, എന്നിൽ കൂടെ യാത്ര ചെയ്ത്, എന്നിൽ കൂടെ സഞ്ചരിച്ച്, എന്നിൽ കൂടെ സത്യത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ ചെന്നെത്തുന്നത് നിത്യ ജീവനിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരണമില്ലാത്ത നാട്ടിലേക്ക്, അപകടമില്ലാത്തതായ നാട്ടിലേക്ക്, കള്ളം പറയാത്ത നാട്ടിലേക്ക്, മുൻപിൽ നമുക്ക് അപകടമുണ്ടോ ഇല്ലയോ എന്ന് നമ്മെ അതാത് സമയത്ത് നമ്മെ ധരിപ്പിക്കുന്ന, കാണിച്ചു തരുന്ന, ഉപദേശിക്കുന്ന ആ വഴി കർത്താവ് തന്നെ. ഇങ്ങനെ മനോഹരമായ പൂർണ്ണതയുള്ള, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെയും നിത്യജീവന്റെയും സത്യത്തിന്റെയും വാഗ്ദാനം നൽകുന്നതായ ഒരു വഴി ലോകത്തിൽ വേറെ ഒന്നുമില്ല. ഈ ലോകത്തിൽ ധാരാളം മാർഗങ്ങളുണ്ട്. ആകാശമാർഗങ്ങളുണ്ട്, കപ്പൽ മാർഗങ്ങളുണ്ട്, അല്ലെങ്കിൽ സമുദ്രപാതകളുണ്ട്, കരമാർഗങ്ങളുണ്ട്. ഈ മാർഗങ്ങളിലൊക്കെയും ധാരാളം അപകടങ്ങൾ നടക്കുന്നുണ്ട്. വഴി അറിയാത്ത ആ കാരണത്താൽ പലപ്പോഴും വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, അല്ലെങ്കിൽ എയറോപ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, ആകാശപാതയിൽ കപ്പലുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു, മനുഷ്യർ തന്നെ തമ്മിൽ കൂട്ടിയിടിക്കുന്ന അനേക സംഭവങ്ങളെ കുറിച്ച് നാം ഈ ലോകത്ത് നമ്മുടെ ഇടയിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നു, എന്നിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ സത്യത്തിൽ, വാസ്തവമായ സത്യത്തിൽ അവന്റെ പാദങ്ങളെ ഉറപ്പിച്ച് നടക്കുമ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കുകയില്ല. അവന്റെ വാഹനവും വേറൊരു വാഹനവുമായി കൂട്ടിയിടിക്കുകയില്ല. കാരണം അവരെല്ലാം ഒരു ഡയറക്ഷനിൽ കൂടെ, ഒരു ആജ്ഞ അനുസരിച്ച്, ഒരു കൽപ്പനയ്ക്ക് അധിഷ്ഠിതമായി മുമ്പേ നടന്നു പോകുന്നതായ ഒരു പ്രകാശ ഗോളത്തെ അനുധാവനം ചെയ്യുന്ന ജീവിതമാകിയാൽ
അവിടെ കൊയിലീഷൻ അല്ലെങ്കിൽ കൂട്ടിയിടി സാധാരണ നടക്കാറില്ല. അങ്ങനെ നടന്നാൽ അവിടെ സത്യത്തിന്റെ പോരായ്മകളുണ്ട്, അവിടെ ജീവന്റെ പോരായ്മകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് സത്യമായി ജീവനായി നമുക്ക് നല്ലൊരു വാഗ്ദാനം തരുവാൻ ആഗ്രഹിക്കുക. വരുന്ന തലമുറകൾക്ക്, നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ കുടുംബ ജീവിതങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ആത്മീക ജീവിതങ്ങൾക്ക്, ഭൗമിക ജീവിതങ്ങൾക്ക് വഴിയറിയാതെ കുഴയുന്നതായ, എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെയാണ് തിരിയേണ്ടതെന്ന് അറിയാതെ നട്ടം തിരിയുന്നതായ ഒരു ലോക സംവിധാനത്തിൽ നാം ജീവിക്കുന്നു എന്ന് നമുക്ക് നന്നായി ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ധാരാളം സംഘടനകൾ നടക്കും. നമ്മുടെ ജീവിതത്തിൽ ധാരാളം വഴിയറിയാത്തതായ അല്ലെങ്കിൽ അനേക തത്രപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്താണ് ചെയ്യേണ്ടത്, അടുത്ത വഴി അല്ലെങ്കിൽ എങ്ങോട്ടാണ് കാൽ വയ്ക്കേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത്ത പല സന്ദർഭങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് തരുന്നതായ വാഗ്ദത്തങ്ങൾ. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ എങ്ങോട്ട് തിരിയണം എന്ന് നീ സ്വതവേ തിരിയാതെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരുന്ന വഴിയിൽ നിന്നെ നടത്തേണ്ടതിന് എന്റെ ദൂതനെ എനിക്കും നിനക്ക് മുമ്പായി ഞാൻ അയക്കുമെന്ന് കർത്താവ് ദൈവം തരുന്നതായ ഒരു വാഗ്ദത്തം പോലെ വേറെ ആരും നമുക്ക് തരുവാൻ ഈ ഭൂമിയിലില്ല. നമ്മുടെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഗുരുക്കന്മാരും അല്ലെങ്കിൽ ഭരണാധികാരികളും ശ്രേഷ്ഠന്മാരൊക്കെയും അനേക ഉപദേശകന്മാർ നമ്മുടെ മുൻപിൽ പല വഴികളും കാണിച്ചു തന്നേക്കും. പക്ഷെങ്കിൽ ആ വഴികളൊക്കെ നല്ലതെങ്കിലും ആ വഴികളിലൊക്കെയും അപൂർണതകളുണ്ട്. പല വഴികളിലും അപകടം അവർക്ക് തന്നെ കാണുവാൻ കഴിയാത്തത് കൊണ്ട് അവരെല്ലാവരും ഒരു പൂർണ്ണതയുള്ള വഴികളല്ല അവർ കാണിച്ചു തരുന്നത്. എന്നാൽ ആ കാണിച്ചു തരുന്ന വഴികളോടുകൂടെ ദൈവത്തിൽ ഉള്ളതായ ആശ്രയം കൂടെ നാം കൂട്ടിച്ചേർക്കുമ്പോൾ, കർത്താവിനെ നമ്മുടെ സങ്കേതമായി നാം നമ്മോട് കൂടെ ചേർത്ത് നിർത്തുമ്പോൾ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നുള്ളതായ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആ വാഗ്ദത്തം, ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് മുമ്പായി പല അപകടങ്ങളെയും നമുക്ക് കാണിച്ചു തരുന്ന പ്രകാശം നമ്മുടെ മുൻപിൽ പ്രകാശിക്കുന്നത് കാണും. ഒരു മനുഷ്യൻ പ്രകാശിപ്പിക്കുന്നത് പോലെ നമ്മുടെ കൺമുമ്പിൽ അനേക അപകടങ്ങളെ, അനേക അനർത്ഥങ്ങളെ കണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനുള്ളതായ ഒരു മുന്നറിയിപ്പ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരും. അനേകരുടെ അനുഭവങ്ങളാണ്. ആ ഈ അനുഭവങ്ങൾ കൊണ്ടാണ് അനേകർ ഈ വഴിയെ അനുധാവനം ചെയ്തു പോകുന്നത്. ഇതൊരു മിഥ്യാബോധമല്ല, ഇതൊരു തെറ്റിദ്ധാരണയല്ല, ഇതൊരു സങ്കല്പമല്ല. ഇത് ജീവിതത്തിലെ അനേകർ അനുഭവിച്ചു വരുന്നതായ യാഥാർത്ഥ്യമാണ്. കർത്താവിന്റെ വചനങ്ങൾ സാങ്കല്പികമായ വചനങ്ങളല്ല. ഈ ലോകത്തിൽ ആരിൽ നിന്നും കടമെടുത്തതായ വചനങ്ങളല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, ഞാൻ തന്നെ, മറ്റാരുമല്ല, ഞാൻ തന്നെ, നിങ്ങൾക്ക് മറ്റാരിലും ആശ്രയിക്കേണ്ടി വരില്ല, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ വഴിയറിയാതെയുള്ളതായ ഒരു കുഴച്ചിൽ നിനക്ക് നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയാത്തതായ ഒരു തത്രപ്പാടുകളിൽ, ഒരു വൈഷമ്യ ഘട്ടത്തിൽ ഓരോരോ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെയാണ്, എങ്ങോട്ടാണ് നിന്റെ പാദങ്ങൾ എടുത്തു വയ്ക്കേണ്ടത് എന്നുള്ളതായ ഒരു ചിന്ത നിന്നെ ഭരിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്നിൽ ആശ്രയിക്കൂ, കർത്താവിൽ ആശ്രയിക്കൂ. ദൈവവചനം നിനക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞതായ യേശു ക്രിസ്തുവിന്റെ വചനത്തെ നിന്റെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിരുന്നാൽ, നീ പോകുന്നതായ ശുഭമുള്ള വഴികളിൽ നിന്നെ കാണിച്ചു തരുവാൻ, നിന്റെ വഴികളൊക്കെയും നിന്റെ യാത്ര ഒരു ശുഭയാത്രയായി തീരുവാൻ, നിന്റെ വഴികൾ ഒരു ശുഭമുള്ള വഴികൾ, കാര്യസാധ്യമുള്ളതായ വഴികളായി തീരുവാൻ, അനർത്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആപത്തുകളിൽ നിന്നും ഒഴിഞ്ഞുകൊള്ളുവാനുള്ളതായ ഒരു വൻകൃപ, ഒരു ദർശനം, ഒരു നിന്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് നൽകുന്നതിനിടയായിത്തീരും. ദൈവം മാറ്റമില്ലാത്ത തന്റെ വാഗ്ദത്തം തന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ അനുഗ്രഹിച്ചാൽ, ഈ അനുഗ്രഹത്തെ ഏറ്റുകൊള്ളുന്ന ജീവിതങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിപ്പിക്കും. ഒരു ചൈതന്യവും ജീവനും അവരുടെ ഹൃദയത്തിൽ ഒരു സമാധാനവും കടന്നു വരും. കാരണം അവരുടെ മുൻപിൽ വഴികാട്ടിയായ യേശു ഉണ്ട്. ആ യേശു ഉണ്ടെങ്കിൽ നിന്റെ ജീവിതം സമാധാനത്തിലെത്തും. ഇതൊരു വാഗ്ദത്തമാണ്, ഒരു വാഗ്ദാനമാണ്, അനുഭവിച്ചറിയാവുന്നതായ ഒരു സത്യമാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു